ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു ട്രാവൻകൂർ ഗാർഡൻസ്. ഞാൻ അഞ്ജന കൃഷ്ണൻ. അപ്പോൾ ഇന്ന് വീണ്ടും കൊറിയർ അപ്ഡേറ്റ് ആണ്. കുറച്ച് പേർക്കുള്ള പ്ലാൻസ് ഇന്ന് അയച്ചിട്ടുണ്ട്. ഇന്നലെ ഒരു കോംബോ ഇട്ടിട്ടുണ്ടായിരുന്നു ജമന്തിയുടേതും, പിന്നെ അതുപോലെ തന്നെ ഒരു 3 പ്ലാൻസിൻ്റെ ഒരു കോംബോ ഓഫർ ഇന്ന് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലേക്കുള്ള പ്ലാൻസും പിന്നെ ഒരു 2-3 ദിവസത്തെ പ്ലാൻസ് പെൻഡിങ് ഉണ്ടായിരുന്നു. അതെല്ലാം കൂടെയാണ് കുറച്ച് പേർക്കുള്ളത് അയക്കാതെയൊക്കെ ഉണ്ടായിരുന്നു. അതെല്ലാം കൂടെയാണ് ഇന്നത്തെ ദിവസം അയക്കുന്നത്. പിന്നെയുള്ളത് കുറച്ച് പേര് സ്പീഡ് പോസ്റ്റ് അയക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. കോഴിക്കോടുള്ളൊരു ചേച്ചിയും പിന്നെ ബാംഗ്ലൂർ ഒരാളും പിന്നെ നമ്മുടെ ഇവിടെ ട്രിവാൻഡ്രത്തുള്ള ഒരു ചേച്ചി, പിന്നെ ഒരു 3-4 ഓർഡർ സ്പീഡ് പോസ്റ്റ് ഉണ്ടായിരുന്നു. എനിക്കിവിടെ സ്പീഡ് പോസ്റ്റ് നെറ്റ് ഇഷ്യൂ ഉണ്ട്. നമ്മളിപ്പോൾ കൊണ്ടു കൊടുക്കുന്ന സമയത്ത് അവർക്ക് നെറ്റ്വർക്ക് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ അവർ അത് അയക്കത്തില്ല. അപ്പോൾ ഒന്നിലത് ഹോൾഡ് ചെയ്ത് വെക്കാൻ പറയും, ഇല്ലാന്നുണ്ടെങ്കിൽ വേറെ ഏതെങ്കിലും മാർഗ്ഗം നോക്കിക്കോ എന്ന് അവർ പറയുന്നത്. പിന്നെ ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് ഇവിടുന്ന് നമ്മുടെ എന്നെ ഒരു നിയറസ്റ്റ് ഒരു 10 കിലോമീറ്റർ കഴിഞ്ഞിട്ട് അവരുടെ ഒരു പോസ്റ്റ് ഓഫീസിൻ്റെ അവിടെ കൊണ്ടു കൊടുക്കാനാണ് പറയുന്നത്. പക്ഷേ എനിക്ക് ഈ ഒരു മോർണിംഗ് ഒന്നും അവിടെ കൊണ്ട് എത്തിക്കുക എന്നുള്ളത് നടക്കില്ല. കാരണം ഓൾറെഡി DTDC ഉള്ളത് പാക്കിങ്ങിലായിരിക്കും. അപ്പോൾ ഈ കൊറിയർ പാക്ക് ചെയ്ത് അച്ഛൻ്റെ കയ്യിലായിരിക്കും കൊടുത്തേക്കാം കേട്ടോ. അപ്പോൾ അച്ഛനാണ് ഇവിടെ കൊണ്ടു കൊടുക്കുമ്പോൾ ചിലപ്പോൾ പറ്റില്ല എന്ന് പറയും. അപ്പോൾ ഇപ്പം ഞാൻ അധികം അങ്ങനെ പാക്ക് ചെയ്യാറില്ല. ജസ്റ്റ് പോയി അന്വേഷിക്കുന്ന സമയത്ത് ചിലപ്പോൾ നെറ്റ്വർക്ക് ഉണ്ടാവും. അത് കഴിഞ്ഞ് പാക്ക് ചെയ്ത് കൊണ്ടു കൊടുക്കുന്ന സമയത്ത് നെറ്റ്വർക്ക് കിട്ടുന്നില്ല എന്ന് പറയാറുണ്ട്. അങ്ങനെയൊക്കെ ഇടയ്ക്ക് കുറച്ച് അനുഭവങ്ങൾ ഉണ്ടായി. അപ്പോൾ കുറേ പേരുടെയൊക്കെ അത് DTDCയിൽ അയക്കേണ്ടി വന്നു. എന്നിരുന്നാൽ പോലും ഇനിയും പെൻഡിങ് ഉള്ളത് കുറച്ചുണ്ട് കേട്ടോ. അപ്പോൾ ഇത് വന്നിട്ട് ജമന്തിയുടെ കോംബോ ആണ്. ഈ ഒരു ഇങ്ങനെയായിരിക്കും പ്ലാൻസ് പാക്ക് ചെയ്യുക. ജമന്തിയുടേത് പ്ലാൻസ് പാക്കിങ്ങിൻ്റെയൊക്കെ വീഡിയോ ഞാൻ മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. എങ്ങനെയാണ് ജമന്തി നമ്മൾ പാക്ക് ചെയ്ത് ഒടിയാണ്ടൊക്കെ അയച്ചു തരിക എന്നുള്ളത്. പിന്നെ ഇന്ന് അയച്ചിട്ടുള്ളത് ശോഭ പ്രഭാകർ, വത്സല, മറിയാമ്മ, PK തമ്പി, ഉമാദേവി, സുബൈദ, സൗമ്യ. അപ്പോൾ ഇത്രയും പേർക്കുള്ള കൊറിയറാണ് ഇന്നത്തെ ദിവസം ഇവിടെ നിന്ന് ഡിസ്പാച്ച് ആക്കിയേക്കുന്നത് കേട്ടോ. അപ്പോൾ പ്ലാൻസ് അയച്ചിട്ടുള്ളവർ നാളെ തന്നെ DTDCയിൽ നിന്ന് പോയി കളക്ട് ചെയ്യുക. നെറ്റ് ഇഷ്യൂ ഉള്ളത് കൊണ്ട് സ്പീഡ് പോസ്റ്റ് അയക്കാൻ പറ്റാത്തതാണ്. നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് അറിയില്ല പറയുന്നത്. പിന്നെ ഒരു പ്രശ്നമുള്ളത് പാഴ്സലായിട്ട് ചിലരുടെ കൊറിയർ പോകുന്നുണ്ട്. കാരണം നമ്മുടെ വെയിറ്റ് കൂടുതലാവുമ്പോഴും നമ്മൾ അയക്കുന്ന ബോക്സിൻ്റെ സൈസ് കൂടുന്നതിനനുസരിച്ചിട്ടും അവർ പറയുന്നത് ചിലത് സ്പീഡ് പോസ്റ്റ് പോകും, ചിലത് പാഴ്സലായിട്ട് പോകും. പാഴ്സലാണെന്നുണ്ടെങ്കിൽ സ്പീഡ് പോസ്റ്റിനേക്കാളും ഒരു ദിവസമോ 2 ദിവസമോ ഡിലേ വരുമെന്ന് പറയാറുണ്ട്. എനിക്ക് തോന്നുന്നത് ഇപ്പോൾ സ്പീഡ് പോസ്റ്റ് അയക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ചിലരുടെ അത് കറക്റ്റ് ടൈമിൽ ഒരു ദിവസം ഡിലേ ആയിട്ടൊക്കെ കിട്ടുന്നത് മിക്കവാറും നിങ്ങൾക്കത് പാഴ്സലായിട്ടായിരിക്കും ഇവിടെ നിന്ന് അയക്കുന്നത്. അപ്പോൾ നമുക്കത് കറക്റ്റ് പറയാൻ പറ്റില്ല. DTDC ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എത്ര കിലോ വരെ വേണമെന്നുണ്ടെങ്കിലും അയക്കാം. സ്പീഡ് പോസ്റ്റ് അവർ പറയുന്നത് 2 കിലോയ്ക്കകത്ത് സ്പീഡ് പോസ്റ്റാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിന് മുകളിൽ വരുന്നതെല്ലാം പാഴ്സലായിരിക്കും. ചിലരുടേത് 7 പ്ലാൻസൊക്കെ സ്പീഡ് പോസ്റ്റ് അയക്കാൻ വേണ്ടിയിട്ട് പറയാറുണ്ട്. അപ്പോൾ അതൊക്കെ അയക്കുമ്പോൾ നമുക്ക് ഒരുപാട് മണ്ണ് മാറ്റി അയക്കാനും പറ്റില്ല. കാരണം ഒരുപാട് മണ്ണ് മാറ്റി അയച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കത് പിടിച്ച് കിട്ടില്ല. പിന്നെയുള്ളത് ഇത് പാഴ്സലായാലും മണ്ണിപ്പോൾ കൂടുതലായി കഴിഞ്ഞാൽ ഗ്രാം അനുസരിച്ചിട്ടാണ് വെയിറ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള എമൗണ്ട് ആവും. കൊറിയർ ചാർജ് നല്ലപോലെ കൂടാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് കോംബോയിൽ. ഇത് കോംബോ സെറ്റാണ് കേട്ടോ. ഇത് ജമന്തിയുടെ കോംബോ സെറ്റാണ്. ഇത് 5 പ്ലാൻസിൻ്റെ ഒരു കോംബോ ആണ്. 5 പ്ലാൻസ് മുതൽ 6 പ്ലാൻസ് വരെയൊക്കെ കാണും. എടുക്കുന്നതനുസരിച്ചിട്ടൊക്കെ ആയിരിക്കും വരുന്നത്. പിന്നെ ഇപ്പോൾ കാണുന്നത് ഇന്നലെ ഒരു കോംബോ ഇട്ടതായിരുന്നു. 3 പ്ലാൻസിൻ്റെ ഒരു കോംബോ 400 രൂപ ഇൻക്ലൂഡിങ് CC. 3ഉം അതിൽ 2 ബഡ്ഡിങ്, 2 ഓൺ റൂട്ടഡും 1 നാടൻ ബഡ്ഡിങ്ങിൻ്റെ ആയിരുന്നു. പീച്ച് ക്രീക്കറിയുടെ നാടൻ ബഡ്ഡിങ്ങും ആയിരുന്നു. പിന്നെ ഇതൊക്കെ മുമ്പത്തെ കോംബോയും കാര്യങ്ങളൊക്കെ അയക്കാൻ പെൻഡിങ് ഉണ്ടായിരുന്നതായിരുന്നു. അപ്പോൾ അതൊക്കെ മാക്സിമം എല്ലാവർക്കുള്ള കൊറിയർ അയച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്നലെയും ഇന്നും അയച്ച കൊറിയർ എല്ലാവർക്കും കിട്ടിയെന്ന് വിചാരിക്കുന്നു. ഇനി നാളെ കൂടെ 2-3 പേർക്ക് അയക്കാനുണ്ട്. അതുകൂടെ അയച്ചു കഴിഞ്ഞാൽ പിന്നെ കൊറിയർ ഉണ്ടാവില്ല. കാരണം തിങ്കളാഴ്ച എൻ്റെ മാരേജാണ്. അപ്പോൾ മാരേജിന് ട്രിവാൻഡ്രത്തുള്ളവരാണെന്നുണ്ടെങ്കിൽ മാക്സിമം വരാൻ നോക്കുക. എൻ്റെ കയ്യിൽ നിന്ന് ഇവിടെ നിന്ന് ട്രിവാൻഡ്രത്ത് പ്ലാൻസ് ഹോം ഡെലിവറി ഒക്കെ ചെയ്യുന്നവരുണ്ട്. അപ്പോൾ മാക്സിമം വരാനായിട്ട് നോക്കുക. റിസപ്ഷൻ വരുന്നത് ഇവിടെ വട്ടിയൂർക്കാവ് പാണാങ്കര ചർച്ച് ഓഡിറ്റോറിയത്തിൽ വെച്ചിട്ടാണ്.
അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ള വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്